സ്വാഗതം കട്ട് ആൻഡ് റൈറ്റിലേക്ക്. വരുന്ന 5 കൊല്ലം കേരളം ആര് ഭരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് മലയാളി. അവരുടെ കണ്ണും കാതുമെല്ലാം മെയ് 4 എന്ന തീയതിക്ക് പുറകെ ഓടുകയാണിപ്പോൾ. ഭരണമാർക്ക് എന്നതാണ് ഒരൊറ്റ ചോദ്യം. എന്നാൽ കേരളത്തിലെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാർക്ക് ആര് ഭരിക്കുമെന്നറിയേണ്ട, ആര് മുഖ്യനാകുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഫലം വരുന്നതിന് മുന്നേ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു നടക്കുന്നവർ കോൺഗ്രസിൽ ഒന്നും രണ്ടുമല്ല. മുഖ്യമന്ത്രി കസേരയ്ക്ക് അവിടെ വടം വലിയാണ്. ഫലം വരുമ്പോൾ LDF അധികാരത്തിലേറിയാലും ഞാനാണ് മുഖ്യൻ എന്ന തരത്തിലുള്ള യാതൊരുവിധ അന്തവുമില്ലാത്ത നേതാക്കളെ കുടം തുറന്നു വിട്ട അവസ്ഥയിലാണ് ഹൈക്കമാൻഡ്. ഫലം വരുന്നതിന് മുൻപ് വിവാദ പ്രസ്താവന ഇറക്കരുത് എന്ന് നേതാക്കളോട് AICC പലതവണ പറയുകയുണ്ടായി. നേതാക്കൾക്ക് അവരുടെ അഭിപ്രായം പാർട്ടി വേദികളിൽ പറയാമെന്നും പരസ്യ പ്രസ്താവനകൾ വേണ്ടെന്നും കർശന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. പരസ്യ പ്രതികരണം പാടില്ലെന്ന് AICC പലതവണ നിർദ്ദേശം നൽകിയെങ്കിലും കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഇതുവരെ ഇക്കാര്യത്തിൽ വഴങ്ങിയിട്ടില്ല. ഇതിൽ വ്യാപക പരാതി ഉണ്ടായതോടെയാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയത്. രാഹുൽ ഗാന്ധി നേരിട്ട് വിലക്കിയിട്ടും നേതാക്കൾ അവകാശവാദങ്ങളുമായി രംഗത്തെത്തുന്നത് അച്ചടക്ക ലംഘനമായി കാണുമെന്നും ഇതിന് മറുപടി പറയേണ്ടി വരുമെന്നും AICC നേതൃത്വം കർശന മുന്നറിയിപ്പ് നൽകി. എന്നാൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വഴി രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം അറിയിച്ചിട്ടും ഗ്രൂപ്പ് പോര് അവസാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയായേ അടങ്ങൂ, മുഖ്യമന്ത്രിയാക്കിയേ അടങ്ങൂ എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. പല വിധത്തിലാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി PR വർക്കുകൾ കൊഴുക്കുന്നത്. അതിൽ നെടുനീളൻ ഡയലോഗുകൾ മുതൽ ചരിത്ര കഥകൾ വരെയുണ്ട്. പോസ്റ്ററുകൾ മുതൽ ഡോക്യുമെന്ററി വരെ അണിയറയിൽ തകൃതിയായി നടക്കുന്നുണ്ട്. മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ പ്രതിപക്ഷ നേതാവോ VD സതീശനോ AICCയിലെ KC വേണുഗോപാലോ മുഖ്യമന്ത്രിയാക്കണം എന്ന നിലയിൽ ഇരുവിഭാഗത്തെയും അനുകൂലിക്കുന്ന നേതാക്കളും പ്രവർത്തകരും പരസ്യമായി പ്രതികരിക്കാൻ ഇറങ്ങിയതും സമൂഹ മാധ്യമങ്ങളിൽ പോർവിളികൾ നടത്തിയതുമാണ് വിവാദങ്ങൾക്ക് വഴി തുറന്നത്. ഇക്കാര്യത്തിൽ K സുധാകരൻ നടത്തിയ നീക്കങ്ങളും KC വേണുഗോപാലിനായി നടന്ന PR പ്രചാരങ്ങളുമാണ് മുഖ്യമന്ത്രി ചർച്ചകൾക്ക് വിവാദത്തിന്റെ പരിവേഷം നൽകിയത്. സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലും പരസ്യ പ്രതികരണങ്ങൾക്ക് പിന്നാലെ നേതാക്കൾ നേരിട്ടും അനുകൂലികൾ വഴിയും ഡൽഹിയിലെത്തി സ്ഥാനമുറപ്പിക്കാൻ ഇടപെടൽ നടത്തി. നേരത്തെ രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചിരുന്ന മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ ഉൾപ്പെടെ KC വേണുഗോപാലിനെ അനുകൂലിച്ച് പരസ്യ പ്രസ്താവന നടത്തി രംഗത്ത് വന്നത് കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കി. ഇതിനിടയിൽ ചിലർ തങ്ങളുടെ രാഷ്ട്രീയ ചരിത്രം പറഞ്ഞുകൊണ്ട് മലയാളിയെ ഊറ്റം കൊള്ളിക്കാൻ ശ്രമിച്ചു. ചരിത്ര പാരമ്പര്യം കൊണ്ട് തന്റെ യോഗ്യതയ്ക്ക് മാറ്റുകൂട്ടാനെത്തിയത് രമേശ് ചെന്നിത്തലയാണ്. കൊച്ചിയിൽ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു ചെന്നിത്തലയുടെ ഓർമ്മിപ്പിക്കൽ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് KSC യൂണിറ്റ് സെക്രട്ടറി ആയത്. ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണതല്ല. ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും വളർന്നു വന്ന നേതൃനിരകളാണ് ഞങ്ങളൊക്കെയും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ നേതാവാകും. അന്ന് കഷ്ടപ്പെട്ട് സൈക്കിളിൽ യാത്ര ചെയ്താണ് KSU രൂപീകരിച്ചത്. അടികൊണ്ട് തല പൊട്ടി ചോര വന്നിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു ചെന്നിത്തലയുടെ വീരചരിത്രം. പാർട്ടിക്കെതിരെ ഒരക്ഷരം പോലും പറയാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ആളാണ് താനെന്നും സ്ഥാനങ്ങൾ വരികയും പോവുകയും ചെയ്യുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. പക്ഷേ ഉള്ളിലെ ആഗ്രഹം എപ്പോഴോ അണപൊട്ടി തിര തല്ലിയെന്ന് മാത്രം. മുഖ്യമന്ത്രിയാകാനായി VD സതീശൻ നടത്തിയ PR വർക്കും കെങ്കേമം തന്നെയായിരുന്നു. നിയുക്ത കേരള മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യം. ജനങ്ങൾക്കൊപ്പം നടന്നവൻ ജനങ്ങളെ നയിക്കട്ടെ എന്ന രീതിയിൽ ഫ്ലെക്സ് ഉയർന്നത് കണ്ണൂരും മലപ്പുറത്തുമാണ്. UDF ജയിച്ചാൽ സതീശനല്ലാതെ ആര് എന്ന മട്ടിലാണ് സതീശൻ അനുകൂലികളുടെ പക്ഷം. കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകളിൽ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത്. വേണുഗോപാലിനെ കുറിച്ച് ജനനായകൻ എന്ന പേരിൽ AI വീഡിയോ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നു. ഇതിനു പിന്നാലെ രമേശ് ചെന്നിത്തലയെ ജനനായകനാക്കിയുള്ള ഡോക്യുമെന്ററി അദ്ദേഹത്തിന്റെ അനുയായികളും ഇറക്കി. വേണുഗോപാലിനെ കുറിച്ചുള്ള ഹ്രസ്വചിത്രത്തിന്റെ ചിത്രീകരണം ഏതാണ്ട് പൂർത്തിയായെന്നാണ് വിവരം. ഇതിനിടെ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് വേണ്ട, എന്നായാലും ഇടപെടണ്ടേ, ഇപ്പോഴേ അങ്ങ് തുടങ്ങാം. എന്നാൽ ഭരണം എളുപ്പമായല്ലോ എന്ന മട്ടിലാണ് ചില കാര്യങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനം രമേശ് ചെന്നിത്തല തുടങ്ങിയ പോഡ്കാസ്റ്റാണ്. രാഷ്ട്രീയ പ്രസ്താവനകളും വിവാദങ്ങളും മുൻനിർത്തിയുള്ള യാത്രയല്ല, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുമല്ല. നമ്മുടെ നാടിന്റെ വികസനത്തെക്കുറിച്ച് എന്റെയും കോൺഗ്രസിന്റെയും സ്വപ്നങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് കേരള യാത്ര എന്ന പോഡ്കാസ്റ്റ് എന്ന വാചകത്തോടെയുള്ള ആമുഖ വീഡിയോ ആണ് പുതുതായി സൃഷ്ടിച്ച സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. ലോൺ ആപ്പുകടിയിൽ വീഴുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പോഡ്കാസ്റ്റിൽ ചർച്ച ചെയ്യുന്നു.
അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കഴുത്തറപ്പൻ പലിശക്കാരെ പിടിക്കാൻ നടപ്പാക്കിയ ഓപ്പറേഷൻ കുബേരയെ കുറിച്ചും എടുത്തു പറയുന്നുണ്ട്. കേരള യാത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഈ പോഡ്കാസ്റ്റിൽ വരും ദിവസങ്ങളിൽ വ്യത്യസ്തമായ വിഷയങ്ങളുമായി വരാനാണത്രേ ഉദ്ദേശം. അതേസമയം ചെന്നിത്തലയുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഈ പോഡ്കാസ്റ്റിന്റെ വീഡിയോയോ ലിങ്കോ പങ്കുവച്ചിട്ടില്ല. ഇനി ഇതിലും അവസാനിക്കുന്നില്ല PR വർക്ക് എന്ന് പറയാം. അതിൽ പ്രധാനിയാണ് നോവൽ. ചെന്നിത്തലയുടെ ഒരു നോവൽ അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. ലോക്സഭ, രാജ്യസഭ, നിയമസഭ തുടങ്ങിയ വേദികളിൽ KC വേണുഗോപാൽ നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരം ഉടൻ പ്രസിദ്ധീകരിക്കും. പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരം വായനക്കാരിൽ എത്തിക്കുന്നെന്ന് പുസ്തക ദിനത്തിൽ കോൺഗ്രസിന്റെ അറിയിപ്പെത്തി. നേരിനൊപ്പം പോരാട്ടങ്ങൾ, നിലപാടുകൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. മുഖ്യമന്ത്രി ചർച്ചകളോട് തനിക്ക് താല്പര്യമില്ലെന്നും അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്നുമാണ് ഏറ്റവും ഒടുവിൽ വേണുഗോപാൽ പറഞ്ഞത്. ക്രൈസ്തവ വേദികളിൽ VD സതീശൻ നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരവും അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് വിവരം. അതേസമയം പുസ്തകവുമായി സതീശന് ബന്ധമില്ലെന്നും തിരഞ്ഞെടുപ്പുമായി അതിനെ കൂട്ടിക്കെട്ടേണ്ടെന്നും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് വേണുഗോപാലും ചെന്നിത്തലയും പ്രതികരിക്കുന്നുണ്ടെങ്കിലും സതീശൻ ഏറെക്കുറെ നിശബ്ദനാണ്. ഇനി ഇവരൊന്നുമല്ല തിരുവനന്തപുരത്ത് വിശ്രമ ജീവിതം നയിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ മുഖ്യമന്ത്രിയാക്കുമോ എന്ന ചിന്തയും കോൺഗ്രസ് ഉന്നത വൃത്തങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നാണ് സൂചനകൾ. എന്നാൽ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കളം മാറ്റിച്ചവിട്ടി RSSകാരനായത് കോൺഗ്രസുകാരിൽ ചിലർക്ക് അദ്ദേഹത്തോട് തന്നെ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നും വാർത്തകളുണ്ട്. ആന്റണിയെ പരിഗണിക്കുന്നതിൽ അതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ വലിയ നീരസം കാണും താനും. പണ്ടൊരിക്കൽ സർപ്രൈസ് പദവിയായി ആന്റണിക്ക് മുഖ്യമന്ത്രി പദം വീണ് കിട്ടിയതാണ്. അതുപോലെ ഇനിയും സംഭവിക്കുമോ എന്ന ആശങ്ക ചിലർക്കുണ്ട് താനും. പിന്നെ ഈ തമ്മിലടിയും കുതികാൽ വെപ്പും കസേരക്കളിയും കോൺഗ്രസിന് പുതിയതൊന്നുമല്ല. പണ്ട് മുതലേ കോൺഗ്രസിന്റെ ചരിത്രം ഇങ്ങനെ തന്നെയാണ്. പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പറന്നകന്നു പോകുന്ന മുഖ്യമന്ത്രി കസേരയാണ് കോൺഗ്രസിൽ അന്നും ഇന്നും ഹീറോ. ശങ്കർ മുതൽ AK ആന്റണി വരെ പലർക്കും അത് അനുഭവമുള്ളതാണ് താനും. മുഖ്യമന്ത്രി കസേരയ്ക്ക് ഏറ്റവും യോഗ്യനെന്നിലേക്ക് പരിഗണിച്ചിരുന്ന ശങ്കറിനെ തഴഞ്ഞ് കോൺഗ്രസുകാരൻ പോലും അല്ലാതിരുന്ന പട്ടം താണുപിള്ളയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയത് കോൺഗ്രസിന്റെ മറ്റൊരു ചരിത്രം. അന്ന് കോൺഗ്രസിന്റെ 1/3 സീറ്റ് മാത്രം PSPക്കുള്ളപ്പോഴാണ് താണുപിള്ളയെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കിയത്. എന്നാൽ പട്ടത്തെ കെട്ടുകെട്ടിച്ച് വീണ്ടും ശങ്കർ മുഖ്യമന്ത്രിയായതും പാരവെപ്പിന് കോൺഗ്രസ് നൽകിയ മികച്ച ഉദാഹരണമായിരുന്നു. ചാക്കോ ശങ്കർ അച്ചുതണ്ട് പിളർന്ന് പോര് വളർന്നതും ചരിത്രം. MLA പോലുമല്ലാത്ത ആന്റണിക്ക് സർപ്രൈസായി മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചതും ഇപ്പറഞ്ഞ കോൺഗ്രസിന്റെ വീരചരിത്രം തന്നെയാണ്. പറഞ്ഞു വന്നത് കോൺഗ്രസിനെ തമ്മിലടി പുത്തരിയല്ല എന്നു തന്നെയാണ്. ഭരണം കിട്ടുന്നതിന് മുമ്പേ അധികാരത്തിനു വേണ്ടി കിതയ്ക്കുന്ന കോൺഗ്രസിന് മെയ് 4 നൽകുന്ന ഫലം എന്താകുമോ എന്തോ. ഇനി അഥവാ അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക്? മുഖ്യമന്ത്രിയായി 5 വർഷം തികയ്ക്കുമോ? അതോ പാർട്ടി ഇനിയും പിളരുമോ? പിളരും തോറും വളരുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.